ഹലോ, എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ബസ്മതി റൈസ് അല്ല, ഇത് നമ്മുടെ റേഷനറിയാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ റേഷനറി ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ വാട്ടർ ഒഴിച്ച് നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ റൈസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇരുന്ന് കുതിരട്ടെ. ഞാനിതിനായിട്ടിപ്പോൾ 1 കിലോ അരിക്ക് 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തതാണ്. നല്ല വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനായിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഉള്ള കട്ട തൈര് ചേർത്ത് കൊടുക്കണം, 1 ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഞാനിപ്പോൾ റൈസ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി അരി തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാനായിട്ട് മസാലകള് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പെരിഞ്ജീരകം ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് കരിയാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാല ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ വിറകടുപ്പിൽ വെച്ചതുകൊണ്ട് തീ നോക്കിയിട്ട് വേണം, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അടച്ചു വെക്കാം. അടുത്തതായി നമുക്ക് കാഷ്നട്ടും കിസ്മിസും സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കണം. എന്താ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കാറ്. എനിക്കിതാണ് ഇഷ്ടം. എല്ലാവർക്കും ഈ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി പൊതുവെ വെക്കാനൊക്കെ ഭയങ്കര മടിയാവും, കൊള്ളത്തില്ല എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇതുണ്ടല്ലോ, നല്ല റൈസാ, ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ബിരിയാണി വെച്ച് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മുടെ റൈസ് എന്തായി നോക്കാം. ഒരല്പം കൂടി വെള്ളം വറ്റാനുണ്ട്. നമ്മുടെ സെയിം ബിരിയാണി റൈസ് പോലെ തന്നെ വെള്ളം അങ്ങ് വറ്റും. പക്ഷേ നമ്മൾ വെള്ളം കറക്റ്റ് അളവിന് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ അല്പം കൂടി വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട്. ചോറ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഞാൻ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാനായിട്ട് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ലേ കിസ്മിസ് ഒക്കെ, അപ്പൊ അതിന്റെ ആ നെയ്യും ആ ഓയിലും കൂടി ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു പകുതി തക്കാളി കൂടി എടുത്തിട്ടുണ്ട്.
2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് വഴണ്ട് വരട്ടെ. നമുക്കിതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറൊന്ന് നോക്കണം. നമ്മുടെ ചോറ് നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ട് നമുക്കിത് ഇറക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം ചിക്കൻ പുരട്ടി വെച്ചിരുന്നു, അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ കടായിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 2 ട്രിപ്പായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഫ്രൈ ആക്കണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ സവാളയൊക്കെ എന്തായി നോക്കാം. നല്ല വഴുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനായി ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ. ഞാൻ ആദ്യം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, വിട്ടുപോയി. കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ നന്നായിട്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്കൊരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പം നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ എന്തായിന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചിക്കനൊക്കെ ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ മസാലയിലേക്ക് ഈ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേവുന്നിടം വരെ 5 മിനിറ്റ് നിന്ന് നമുക്ക് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ തീ കനലിലിട്ടാണ് ഞാനിത് ദം ചെയ്തെടുക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യ് എല്ലായിടത്തും ഒന്ന് വിരളണം. ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും സവാളയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ബാക്കി ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബാക്കി ചിക്കൻ പീസുകൾ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ബാക്കി പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അതേപോലെ അടച്ചു വെച്ച ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒന്ന് ഇതിന് മണ്ടയിലെടുത്ത് വെക്കണം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യും.